29th എന്നുള്ളൊരു ഇത് തെറ്റായ ഒരു തീരുമാനമായിട്ട് നമുക്ക് തോന്നിയില്ല. കാരണം നമ്മൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയൊന്നും അല്ലായിരുന്നു. പക്ഷേ ഉണ്ടാവുന്ന നമ്മൾക്ക് ഈ അത്രയും പൈസ മുടക്കി ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ പറയണ ഒരു കാര്യം അംഗീകരിക്കുന്നു. ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് അറിയാം, ഈ പ്രൊഡ്യൂസർ മാത്രമുള്ള ഒറ്റ നമ്മൾ വാശി കാണിക്കുമ്പോൾ വേറെ നഷ്ടങ്ങൾ സംഭവിക്കാം. അത് നമ്മളെ വാശിയായിട്ട് കാണിച്ചാലേക്ക് ആ നഷ്ടം നമ്മൾ പറയണതിൽ അർത്ഥമില്ല. പ്രൊഡ്യൂസർക്കോ പ്രൊഡ്യൂസറുടെ സങ്കടം മനസ്സിലാവുള്ളൂ. അഭിലാഷം അത്ര മോശം പടം അല്ലായിരുന്നു. നമ്മൾ കാണിച്ച ധൈര്യത്തിൽ നല്ല ഇടികൊള്ളിനോടത്ത് ഇങ്ങനെ നെഞ്ചും വെച്ച് നിന്ന് കൊള്ളാം. അത് കഴിഞ്ഞ് കുറച്ചേരം കഴിയുമ്പോ അവർക്ക് മതിയാവുമ്പോ പോവാ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതുപോലെ ഹൈദരാലി പ്രൊഡ്യൂസർ ആവേണ്ടതാണ്. ഹൈദരാലിക്ക് ഈസിയല്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. കഴിഞ്ഞ 3 ആഴ്ചയിലത്തേക്ക് പോകുന്ന ഒരു സിനിമയാണ് അഭിലാഷം. ഞാൻ അന്ന് തന്നെ റിവ്യൂ ചെയ്ത് എനിക്ക് കണ്ടിഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ ആ സിനിമയുമായി ബന്ധപ്പെട്ട് പല ആളുകളുടെ അഭിമുഖം എടുത്തെങ്കിലും അതിൻ്റെ കപ്പിത്താൻ ഡയറക്ടറാണെങ്കിൽ ആ കപ്പിത്താന് ഷിപ്പ് കൊടുക്കണമെങ്കിൽ ഡയറക്ടർമാർ വേണം, ആ ഡയറക്ടറിന് ഷിപ്പ് കൊടുക്കണമെങ്കിൽ ഒരു ഓണർ വേണം. ആ ഓണർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറാണ്. അങ്ങനെ 2 പ്രൊഡ്യൂസർമാരാണ് എന്നോടൊപ്പം. 2 പേർക്കും സ്വാഗതം. 2 പേര് പ്രൊഡ്യൂസേഴ്സാണ് ആ സിനിമയിൽ. ശങ്കരേട്ടൻ എനിക്ക് നേരത്തെ അറിയാം. ശങ്കരേട്ടൻ മുഖേന അമ്മു എന്ന് ഞാൻ വിളിക്കുന്ന ആൻസരിക. ഞാനൊക്കെ അമ്മു എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അമ്മു എന്ന് വിളിക്കുന്നത്. ആൻസരിക. 2 പേരുമാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. സന്തോഷവാനും സന്തോഷവതിയാണ്. ഹാപ്പിയാണ്. എമ്പുരാനോടൊപ്പം ധൈര്യം കാണിച്ച് അഭിലാഷം മറക്കണമെങ്കിൽ അന്ന് തന്നെ നിങ്ങൾക്ക് വലിയ ധൈര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ധൈര്യം ബിസിനസ് ചെയ്യുമ്പോൾ കുറച്ച് ധൈര്യമൊക്കെ വേണ്ടേ? അതെ, അതല്ല അതിൻ്റെ ശരിയായ സാധനം. തീർച്ചയായിട്ടും. അല്ലാണ്ട് കച്ചവടം ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെയല്ലേ വേണ്ടത്. പിന്നെ കുറേയൊക്കെ നമ്മൾ ഭാഗ്യം സിനിമയ്ക്ക് മെയിൻ ഒരു ഘടകമാണ്. ഇബ്രാൻ്റെ പിറക്കേൻ്റെ പേരിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ തിയേറ്റർ നമുക്ക് പ്രതീക്ഷിച്ച അത്ര കിട്ടിയില്ല. അതൊരു നമ്മൾ വാശി കാണിക്കുമ്പോൾ വേറെ നഷ്ടങ്ങൾ സംഭവിക്കാം. അത് നമ്മളെ വാശിയായിട്ട് കാണിച്ചാലേക്ക് ആ നഷ്ടം നമ്മൾ പറയണതിൽ അർത്ഥമില്ല. നമ്മൾ കാണിച്ച ധൈര്യത്തിന് ചിലപ്പോൾ നമുക്ക് നഷ്ടം വരും. നമ്മളൊരു സുപ്രഭാതത്തിൽ കിണറ്റിൽ ചാടി കയറാൻ ശ്രമിക്കുമ്പോൾ ഒക്കെ മറ്റേ പിപ്പി അടിച്ച് വരുന്ന വണ്ടിയൊക്കെ കൊണ്ടുവരും. ചിലർ കെട്ടിപ്പിടിച്ച് കയറും. അതുപോലത്തെ ഒരു സാധനമാണ്. എന്നാൽ പോലും നമ്മൾ അത് ഓട്ടോമാറ്റിക് കയറി അത് കവർ ചെയ്ത് ശരിക്കും നമ്മൾ സെറ്റായി വന്നു. അത് എങ്ങനെയൊക്കെ ഭാഗ്യം കൊണ്ട് നമുക്ക് പിന്നെ അത് തിയേറ്ററൊക്കെ വന്ന് അത്യാവശ്യം കളക്ഷനൊക്കെ വന്ന് കുഴപ്പമില്ലാണ്ട് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റി. പിന്നെ നല്ല ഇടികൊള്ളിനോടത്ത് ഇങ്ങനെ നെഞ്ചും വെച്ച് നിന്ന് കൊള്ളാം. അത് കഴിഞ്ഞ് കുറച്ചേരം കഴിയുമ്പോൾ അവർക്ക് മതിയാവുമ്പോ പോവാ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ അങ്ങനെയല്ലേ തല്ലുമാലയിലൊക്കെ ഇടികൊള്ളണത് ഒരു ചങ്കൂറ്റുള്ള സാധനമല്ലേ. ഈ ലോകത്ത് എവിടെ ഒരു നായകനുണ്ടെങ്കിൽ ഒരു വില്ലനുണ്ട്. അതിന് ഉദാഹരണം നമ്മൾക്ക് പുരാണങ്ങളിൽ തുടങ്ങി ഉള്ള ഒരു സാധനമാണ്. മഹാഭാരതത്തിൽ രാവണനുണ്ട്, ശ്രീരാമനുണ്ട്. രാവണൻ മോശം ക്യാരക്ടറൊന്നുമല്ല. ഇമ്പുരാൻ സംഭവമാണെങ്കിൽ രാവണനും മോശമല്ല. രാവണൻ അഭിലാഷത്തിന്റെ ഒരു വേറെ വേഷമാണ്. അവിടെ ശ്രീരാമനാണെന്ന് മാത്രം. നമ്മളൊരു രാവണനായിരുന്നു. നമ്മൾ യുദ്ധം ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടാണ്. ഒരു ദൈവീയമായ ശക്തി പോലും നമുക്ക് ഉണ്ടാവില്ല. ശ്രീരാമൻ എന്ന് പറയുന്നത് ദുഷ്ടനല്ലോ, ദൈവീയമായ ആൾക്കാരല്ലേ. അപ്പൊ ദൈവീയ ശക്തി ശരിക്കും ഇമ്പുരാനുണ്ടാവും. എന്തുകൊണ്ടാണ്? അത് ഈ മൊത്തം ഇൻഡസ്ട്രി മൊത്തം അവരുടെ കൂടെയാണ്. അപ്പൊ നമ്മൊരു കുഞ്ഞു സിനിമ ആയി ചെല്ലുമ്പോൾ അതിൻ്റെ ഒപ്പം യുദ്ധം ചെയ്യാനൊന്നല്ല. നമ്മൾക്കൊരു സിനിമ നന്നാവണം. ആ സിനിമ വലിയ സിനിമ ചെറിയ സിനിമ എന്നുള്ളൊരു സാധനമല്ല. ആരും നമ്മ പരാതി പരിഭവം പറയുന്നില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം 3-ാം വാരത്തിൽ സിനിമ നിൽക്കുന്നത്. നമ്മളിപ്പം ഏത് യുദ്ധം ചെയ്യാൻ പോയാലും ആ യുദ്ധം ചെയ്യുമ്പോൾ കുറെ അനുയായികൾ വേണമല്ലോ. ആ അനുയായികൾ പ്രേക്ഷകരായിട്ടുള്ള അനുയായികൾ കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പം 3-ാം വാരത്തിലേക്ക് സിനിമ പിന്നെ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം. സത്യം തന്നെ. സിനിമ ബേസിക്കലി എനിക്കും ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ്. അമ്മുനും ഈ സിനിമയായിട്ട് ഇപ്പം ശങ്കരേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു യുദ്ധമുഖത്തിലായിരുന്നു. കുറെ നാളുകളായിട്ട് ഈ സിനിമ ഒന്ന് ഇറക്കുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇറങ്ങി കഴിയുമ്പോൾ ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം ഓടുമ്പോൾ ഉള്ള ടെൻഷനുണ്ട്. അമ്മു എങ്ങനെയാണ് ഈ സിനിമ അത്ര ധൈര്യത്തിൽ ശങ്കരേട്ടനൊക്കെ നിങ്ങളെല്ലാവരും ഉറപ്പിച്ചൊരു തീരുമാനമായിരുന്നു 29-ാം തീയതി എന്നൊരു സാധനം, മാർച്ച് 29 ഉണ്ട്.
ആ ഒരു ഉറപ്പിലേക്ക് നിങ്ങളോട് യോജിച്ചൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? നമ്മൾ നേരത്തെ തന്നെ അഭിലാഷം ശരിക്കും പറഞ്ഞ ഒരു ചെറിയ പടമാണ്. എനിക്കത് നമ്മളിലൊക്കെ ഉള്ള സാധാരണക്കാരായിട്ടുള്ള എന്താ ഒരു അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ചെറിയ പടമാണ്. അപ്പം ഞാനത് ഓർത്തു, ഞങ്ങൾ സംസാരിക്കുമ്പോൾ അത് നമ്മൾ പെരുന്നാളിന് അത് ഇറക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. അപ്പോൾ പിന്നെ ഈ എമ്പുരാൻ്റെ ഡേറ്റ് ഇത് വന്നു കഴിഞ്ഞാൽ 27th, അത് 29th നമ്മൾ. അപ്പോൾ അതിനായിട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ലൈക്ക് നമുക്ക് തിയേറ്റേഴ്സ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു കുറച്ച് തിയേറ്റേഴ്സ് വെച്ചാൽ നമ്മൾ ആദ്യം തുടങ്ങിയത്. ഭയങ്കര വിഷമമുണ്ടായിരുന്നു അങ്ങനെ ഇത് ചെയ്യേണ്ടി വരുന്നതിൽ എനിക്ക്. കാരണം അഭിലാഷം അത്ര മോശം പടം അല്ലായിരുന്നു, ഒരു ചെറിയ പടമാണേലും രസമുള്ള പടമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സാധാരണ നമ്മൾ സിനിമകൾ നോക്കുമ്പോൾ ഒരു 2-3 ആഴ്ചയൊക്കെ ഒരു സിനിമ തിയേറ്ററിൽ ഓടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഒരു കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ നാളെ ഇപ്പം 3ാമത്തെ ആഴ്ചയിലോട്ട് ഇത് ചെയ്യുവാണല്ലോ. തിയേറ്റേഴ്സ് കുറവാണ് നമുക്ക്. അപ്പം നമ്മൾ ആ ഒരു സമയത്ത് 29th എന്നുള്ളൊരു ഇത് തെറ്റായ ഒരു തീരുമാനമായിട്ട് നമുക്ക് തോന്നിയില്ല. കാരണം നമ്മൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയൊന്നും അല്ലായിരുന്നു. പക്ഷേ നമുക്ക് ആ സമയത്ത് ഇറക്കണമെന്ന് നമുക്കും ഉള്ളൊരു എന്താ പറയുക, ഇറക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ തീരുമാനിച്ച് ഇറക്കുകയും ചെയ്തു. അതെ, ഇപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പിയാ. അല്ലേ? 3ാം വാരത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഹാപ്പിയാ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ചില സ്ഥലങ്ങളിൽ ഈ പടം ഇപ്പോഴും എത്തിയിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ചില ആൾക്കാർ ഇപ്പോഴും നമുക്ക് ചില സ്ഥലങ്ങളിൽ നമ്മുടെ സിനിമ ചെന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ആദ്യമേ ഇന്ന സ്ഥലങ്ങളിലാണല്ലോ ഐ മീൻ ഒരു സാധാരണക്കാരിലേക്ക് ആ പടം എത്തണം, അല്ലാതെ നമ്മൾ ഭയങ്കര ഒരു വലിയ സിനിമയൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ സിനിമ എത്തിയിട്ടില്ല ഇപ്പോഴും. അതിൻ്റെ ഒരു ദുഃഖം എനിക്കുണ്ട്. അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവുന്നത്. ഈ പറഞ്ഞതുപോലെ ശങ്കരേട്ടൻ എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ ഇദ്ദേഹമൊക്കെ നിർമ്മാണ പങ്കാളിയായ ഒരു സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു വെക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ട്. അമ്മു എന്നൊരു കഥാപാത്രത്തിൽ ഞാൻ ഈ സിനിമയോട് കൂടിയാണ് പരിചയപ്പെടുന്നത്. ഒരു സിനിമയിലേക്ക് വരാൻ ഒരു വനിത ഒരു ചങ്കൂത്തോടുകൂടി വരുന്നത് വളരെ കുറവാണ്. നിങ്ങൾ നമ്മൾ പാർട്ട്ണർഷിപ്പ് പോലെ വരുന്നു. അങ്ങനെ വരാനുള്ള ഒരു ധൈര്യം, സിനിമയിലേക്ക് വരാനുള്ള ഒരു ധൈര്യം എങ്ങനെയാണ്? സിനിമ ഹൈദരക്ക എനിക്ക് ഒരുപാട് വർഷത്തെ ഭയങ്കര ആഗ്രഹമാണ്. എന്നുവെച്ചാൽ കൊച്ചിലായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാനിരിക്കുന്ന ഒരാളാണ്. എൻ്റെ ഡെബ്യൂ ഡയറക്ഷൻ്റെ ആ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ നാളായി നിൽക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഐ മീൻ നമ്മളിപ്പോൾ ഞാനത് ജൂണിൽ എനിക്കിപ്പോൾ തുടങ്ങണം, അതിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്നു. നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങനെ ചെയ്തതാണ്. അതിന് മുമ്പേ ഞാനൊരു 2 years ബാക്ക് ഒരു കോ പ്രൊഡക്ഷൻ ഒരു മൂവി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മേരിയ വാസുനു എന്ന് പറഞ്ഞ ജയസൂര്യ, മഞ്ജു വാര്യറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ രാകേഷ് ഏട്ടൻ്റെ കൂടെ, രാകേഷ് ഏട്ടനായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ പ്രൊജക്റ്റ് വന്നപ്പോൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു ഇത് തോന്നുമല്ലോ നമുക്ക്. എനിക്ക് സിനിമയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇഷ്ടമാണ്. എല്ലാം ഒന്ന് പഠിക്കണം. എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ശങ്കരേട്ടനെ സംബന്ധിച്ച് ശങ്കരേട്ടൻ്റെ കൂടെ പോകുന്നവർക്ക് ഒരു അവാർഡ് വേണം, കൂടെ യാത്ര അതെനിക്ക് കിട്ടും. ആ ഒരു അവാർഡാണ് സിനിമ അവാർഡിനൊപ്പം ശങ്കരേട്ടൻ്റെ കൂടെ ഇത്ര യാത്ര ചെയ്യുന്ന ഒരാൾക്ക് അവാർഡ് വേണമെന്ന് വെച്ചാൽ അത് അമ്മൂന് തന്നെ കിട്ടേണ്ടതാണ്. അതിന് മാറ്റമൊന്നുമില്ലല്ലോ. ഇല്ല, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ കുറച്ച് ദേഷ്യക്കാരനും പിടിവാശിക്കാരനൊക്കെയാണ്. എനിക്ക് സാമ്പത്തികത്തേക്കാൾ വലുത് എൻ്റെ തീരുമാനങ്ങൾ മാറ്റി എനിക്ക് ഇഷ്ടമല്ല. ചെറുതിലെ തുടങ്ങി കച്ചവടം ചെയ്യുന്ന ശീലങ്ങളാണ്. പിന്നെ വേറെ മേഖലയിലാണെങ്കിൽ എനിക്ക് ഇവിടെ വളരെ പ്രശ്നങ്ങളാണ്. ഇവിടെ പ്രൊഡ്യൂസറെ റെസ്പെക്റ്റ് ചെയ്യണില്ല. അതൊരു ബിസിനസ് ചെയ്ത് ലോകത്തെ ഇവിടെ കൊണ്ട് കാശ് മുടക്കിയാലും നമുക്കൊരു മര്യാദ എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ഇവിടെ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന നമ്മൾക്ക് ഈ അത്രയും പൈസ മുടക്കി ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ പറയണ ഒരു കാര്യം അംഗീകരിക്കില്ല. ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് അറിയാം, ഈ പ്രൊഡ്യൂസർ മാത്രമുള്ള ഒറ്റ, ബാക്കി ക്രൂ മൊത്തം വരുന്ന അടുത്ത സെറ്റിലേക്ക് ഇവർ തന്നെയാണ് പോകുന്നത്. ഇപ്പം പ്രൊഡക്ഷൻ ആയാലും ലൈറ്റ് എടുക്കുന്നവരായാലും മറ്റുള്ള അവർക്കൊക്കെ നമ്മളോട് ഒരു പ്രത്യേകിച്ച് പ്രൊഡ്യൂസറോട് ഒരു സ്നേഹം അവർക്ക് കാണിക്കണ്ട. അവർക്ക് ആർട്ടിസ്റ്റിനോട് കാണിക്കണം, അല്ലെങ്കിൽ കൺട്രോളറോട് കാണിക്കണം, അല്ലെങ്കിൽ അതിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാവരുടെ അടുത്തും കാണിക്കണം. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരാളാണ്. അയാൾ അടുത്ത് ഈ സിനിമ കഴിഞ്ഞ് പോയി. ഇവിടുത്തെ നടി എന്ന് പറയാൻ പറ്റില്ല, പാടില്ലല്ലോ, നടന്മാർ, അഭിനയിക്കണവർ, അങ്ങനെയൊക്കെ അവരെല്ലാവരും ഒരുമിച്ചാണ്. അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ്റെ ആൾക്കാർ ഒരുമിച്ചാണ്, എല്ലാവരും. അങ്ങനെ പ്രൊഡ്യൂസർ മാറ്റം ഒറ്റയ്ക്കുള്ളൂ. അതൊരു വലിയൊരു വിഷയമുള്ളൂ. ഇതിവിടെ ആരും സംസാരിക്കാനില്ല.
അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രതികരിക്കുന്ന ആൾക്കാർക്ക് ഈ ഫീൽഡിൽ പറ്റില്ല. ഇവിടെ വേറൊരു സൂത്രം പഠിക്കണം. അതിന് ഹൈദരാലിയൊക്കെ നിൽക്കണ മാതിരി ഇത്ര ബുദ്ധിയുള്ള ഹൈദരാലിയൊക്കെ പ്രൊഡ്യൂസറായ നമ്പർ 1 പ്രൊഡ്യൂസർ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഒരു വിഷയം ഉണ്ടാവില്ല ലോകത്ത്. ഹൈദരാലിക്ക് ഈ സാധനം അറിയാം. അതിനൊരു ഉദാഹരണമാണ് വാഴൂർ ജോസ് എന്ന് പറഞ്ഞാൽ വലിയൊരു PR അല്ലേ. പുള്ളിയൊക്കെ ഇവിടെ നിൽക്കണതിൻ്റെ ഏറ്റവും ബുദ്ധിയുള്ളതിൻ്റെ വരില്ലല്ലോ ഇത്രയും വർഷം നിന്നത്. അതുപോലെ തന്നെ ഹൈദരാലി ഒരു പ്രൊഡ്യൂസർ ആവേണ്ട ആളാണ്. ഹൈദരാലിക്ക് ഈസി പൈസ വേണ്ട, ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ ഇത് ഹൈദരാലിക്ക് ഈസി ആയിട്ട് പറ്റും. തീർച്ചയായിട്ടും ഹൈദരാലിക്ക് ഇത് ഈസി ആയിട്ട് പറ്റും. ഹൈദരാലിനിപ്പോ ഒരാള് ഇപ്പൊ കാശ് ഉണ്ടായാലും എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റില്ല, എല്ലാം ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അല്ല, ശങ്കരേട്ടൻ പറഞ്ഞു തന്നില്ല ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്കും തോന്നിയ ഒരു കാര്യം. നിങ്ങൾ പറഞ്ഞപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞപ്പം താരങ്ങളെല്ലാവരും ഒന്നിക്കും. ഈ പറയുന്ന അവർക്ക് അടുത്ത സെറ്റിലേക്കാണ് അല്ലെ, അതിന്റെ ടെക്നീഷ്യന്മാർ ഒന്നിക്കുന്നു, അടുത്ത സെറ്റിലേക്കാണ്. ഒരു നിർമ്മാതാവ് സംബന്ധിച്ച് ഒരു പടം എവിടെ നിന്നെങ്കിലും പൈസ ഉണ്ടാക്കി വന്ന് ചിലപ്പോൾ പരാജയപ്പെട്ടാൽ നിർമ്മാതാവ് എന്നേക്കുമ്പോൾ ഇല്ലാതെയാവും. അപ്പൊ നിർമ്മാതാവിന് സൂചിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല ഈ മേഖലയിൽ. പക്ഷെ നിർമ്മാതാവ് ഈ പറഞ്ഞവരെ സൂചിപ്പിക്കണം. മനസ്സിലായോ? അത് നമ്മുടെയും കഴിവായിരിക്കണം. അങ്ങനെ നമ്മൾ സൂചിപ്പിച്ചു പോയി കഴിഞ്ഞാൽ ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അപ്പൊ ആ രീതിക്കും നിർമ്മാതാക്കൾ മാറേണ്ട സാഹചര്യമുണ്ട് ചില സമയത്ത്. അല്ല, നിർമ്മാതാക്കൾ മാറേണ്ട സാഹചര്യമുണ്ട്. ഇവിടെ ബിസിനസ് ചെയ്ത് എല്ലാവരും ഇന്നിവിടെ ഈ നിൽക്കണം എന്നുള്ളവർ മാത്രമേ മാറണുള്ളൂ. നിൽക്കണ്ടെന്ന് വിചാരിക്കണ ആരും മാറുന്നില്ല. ഞാനിവിടെ സ്ഥിരമായിട്ട് നിൽക്കണം, എൻ്റെ സ്ഥലം ഇവിടെയാണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ മാറിയേ പറ്റും. ഞാനിപ്പോൾ മാറി, അങ്ങനെ നിൽക്കണം എന്ന് വിചാരിച്ച എൻ്റെ പേരിൽ മാറി. മാറി ഇവിടെ ചേരട നാട്ടിൽ ചെന്നാൽ അടുക്കഷ്ണം കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ സ്വഭാവങ്ങൾ ഒത്തിരി മാറി സ്വാഭാവികമായിട്ട് മാറ്റിയെന്ന് പറയാൻ കാരണം നമ്മളെ വ്യക്തിത്വം കളയേണ്ട വരും. തായ്ക്കൊരു ബിസ്ക്കറ്റ് എടുത്തൊന്ന് വാലാട്ടും, ഇവിടെ എന്ത് കൊടുത്താലും ഒന്നും കാട്ടൂല. പറ്റെങ്കിൽ അവൻ അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയും. ഇവിടെ കാശല്ല ഹൈദരാലി വേണ്ടത്, ആദ്യം പഠിക്കേണ്ടത്. അത്രയ്ക്കും താന്നു പോവാണ് നിർമ്മാതാക്കൾ, ഭൂമിയോളം താഴുവാണ്. അതിന്റെ അപ്പുറത്തേക്ക് താഴാൻ പറ്റാതെ ഇല്ല. കാശ് മുടക്കി കഴിഞ്ഞിട്ട് താന്നില്ലെങ്കിൽ അവന്റെ കുടുംബം പോകും, നാട്ടിൽ ഇമേജ് പോകും. ഈ പടം പുറത്ത് വന്നില്ലെങ്കിൽ ഒരു വലിയ സംഭവമാണ് നാട്ടിൽ. ഞാൻ പ്രൊഡ്യൂസറാണ്, നിർമ്മാതാവാണ്. ഇതൊന്നും എനിക്ക് വിഷയമല്ല കേട്ടോ. എനിക്കിപ്പോൾ പേരും വെക്കാണ്ട് ഞാൻ സിനിമ ഇറക്കാൻ പല സ്ഥലത്തും ഞാൻ സിനിമകളിൽ എൻ്റെ പേര് വെച്ചിട്ടില്ല. പല സ്ഥലത്തും ഞാൻ ഹൈദരാലിക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയിട്ടുണ്ടാവും. അതൊന്നും എനിക്ക് വിഷയമല്ല. ഇവിടെ കുറേ ആൾക്കാർ നാട്ടിൽ പറയും ഞാൻ പ്രൊഡ്യൂസറാണെന്ന് പറയും. പിന്നെ നാട്ടിലേക്ക് അങ്ങനെയുള്ളത് ദുരഭിമാനികളാണ് ആത്മഹത്യ ചെയ്യണതും നാട്ടിൽ പറഞ്ഞു നടന്ന് പടം ഇറങ്ങിലും പോയി. അപ്പോൾ ഇവർ അവിടെ നിന്ന് ഇവിടുന്ന് കടം മേടിച്ച് എങ്ങനെയും തീർക്കും, ഡയറക്ടറേയും കാലും കൈ പിടിച്ച് എങ്ങനെയും തീർക്കും. അപ്പോൾ ഇതൊന്നും എനിക്കൊരു വിഷയമല്ല. എനിക്കൊരു പടം നിന്ന് പോയാലും എനിക്ക് പേടിയില്ലാത്ത ആളാണ്. എൻ്റെ പാർട്ട്ണർക്ക് അത് പറ്റുമല്ലോ. ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആള് ചെറുപ്പമാണ്, കുഞ്ഞും കുറേ സ്ഥലങ്ങളിൽ ഓടി എത്താനുണ്ട്. ഞാൻ മാക്സിമം ഓടി കരച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കും എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ നിർത്തിക്കളഞ്ഞാൽ പോലെ ഒരു പാർട്ട്ണറിന് അവരെ കൂടെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു മര്യാദ ഇല്ലേ. ആ മര്യാദ ഉള്ള എൻ്റെ പേരിലാണ് താഴണത്. അമ്മ അത് ഒരു വല്ലാത്തൊരു പോയിന്റാണ് പറയുന്നത്. പറഞ്ഞത് ഒരു സത്യാവസ്ഥ ഉണ്ട്, ഇല്ലാന്നല്ല. ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചുകൊണ്ട് ഉണ്ടാകുന്ന വേദനയാണ് ഇദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചത്. ശങ്കരേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു, നമുക്ക് കിട്ടുന്ന ഒരു നിർമ്മാതാവിന് പല സ്ഥലത്തും പല സ്ഥലങ്ങളിലും ഇൻസൾട്ട് ചെയ്യുന്ന നിലയിലേക്ക് പോകും. ബാക്കി എല്ലാവരും ഒന്നിക്കും. അങ്ങനെ ഒന്നിക്കുമ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുമ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ സിനിമയോട് പഠിച്ചു എന്ന് പറയുന്നു. അമ്മു എന്താണ് പഠിച്ചത്? എൻ്റെ ഹൈദരാലിക്ക ഞാൻ പലത് എന്തൊക്കെ പഠിച്ചു എന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങൾ. എനിക്ക് പ്രൊഡക്ഷൻ്റെ പരിപാടികളൊന്നും അങ്ങനെ അറിയത്തില്ലല്ലോ. നമ്മൾ ആദ്യമായിട്ട് നിന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ദൂരെ നിന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. പക്ഷെ ഇപ്പം എനിക്കിനി അടുത്ത പടം എനിക്ക് ഈസി ആയിരിക്കും. ഇപ്പം ഈ സിനിമയിൽ നിന്ന് കുറേ അനുഭവങ്ങൾ ഉണ്ടായി അല്ലേ? അതെ അതെ അല്ലെ, ഒത്തിരി വേദന ഉണ്ടാകുന്ന അനുഭവങ്ങളുണ്ടായി അല്ലേ? അത് നമുക്ക് അങ്ങനെയൊന്നും നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് എനിക്ക് പറയണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ തന്നെ ഒതുങ്ങി പോകാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പുറത്തേക്ക് ഇടുന്നതിൽ എനിക്ക് യോജിപ്പില്ല. നിങ്ങളിലുള്ള വിഷമം നിങ്ങൾ നിൽക്കുക, ഇനി അടുത്തതിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അത്തരം വിഷമങ്ങൾ ഉണ്ടായ സമയത്ത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇതൊന്നും വേണ്ടായിരുന്നു എനിക്ക്. അത് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്കൊരു പ്രശ്നമുണ്ട് ഹൈദരാലിക്ക. ലൈക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് OCD ഉണ്ട്. എനിക്ക് പെർഫെക്ഷൻ ഭയങ്കര പ്രശ്നമാണ്. അതിൻ്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അതിപ്പോൾ ശങ്കർജിയുടെ അടുത്തായാലും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവുമ്പോഴും അങ്ങനത്തെ ചില കാര്യങ്ങളിലാണ് കൂടുതലും ഉണ്ടാവുക. അങ്ങനെയൊക്കെ പല പ്രാവശ്യം പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങി പോയേക്കാന്ന് വരെ വിചാരിച്ചിട്ടുണ്ട്. ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എന്നുവെച്ചാൽ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം എനിക്കുണ്ട് അല്ലേ. ഒരു സപ്പോർട്ട് എന്നുള്ള വലുതാണ് അല്ലേ. ഇപ്പം ഒരു ലേഡി എന്ന നിലയിൽ ഒരു സിനിമയിലേക്ക് വരുന്നു, ആ സിനിമയെ പ്രൊഡ്യൂസർ ആകുന്നു, പൈസയാണ് മുടക്കുന്നത്. അഭിനയിക്കാൻ വന്നിട്ട് പോവല്ല, ടെക്നീഷ്യൻ ഉണ്ട്, പൈസ മുടക്കാണ്. അപ്പോൾ വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്നും, ഭർത്താവിൻ്റെ ആണെങ്കിലും മറ്റ് അംഗങ്ങളുടെ ആണെങ്കിലും സപ്പോർട്ട് എങ്ങനെയായിരുന്നു?
നല്ല സപ്പോർട്ടാണ്, അവർക്ക് പ്രശ്നമൊന്നുമില്ല. ആദ്യത്തെ ഞാൻ പണ്ടൊക്കെ മൂവിയിൽ വരുമ്പോൾ അവർക്കൊന്നും അറിയത്തില്ല എന്നതാന്ന്, എൻ്റെ പപ്പയ്ക്കോ മമ്മിക്കോ ഒന്നും അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ പണ്ട് ഞാൻ മൂവിയിൽ വരുന്ന സമയത്തൊക്കെ ഞാൻ ലെനിൻ സാറിൻ്റെ കൂടെയാണ് ആദ്യം വർക്ക് ചെയ്തതൊക്കെ. അത് 2010 ഞാൻ ആദ്യം സിനിമയിൽ വരുന്നത്. അതിനു മുമ്പേ ലെനിൻ സാർ എൻ്റെ പപ്പയുടെ ഫ്രണ്ടാണ്. അപ്പോൾ അതിനു മുമ്പേ ഞാൻ രാത്രി മഴയൊക്കെ പുള്ളി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈവൻ ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെ അവിടെ പോയി നിന്ന് സിനിമ കണ്ട് അങ്ങനെ ആഗ്രഹിച്ച് വന്നതാണ്. അപ്പം നമുക്ക് ഞാൻ സിനിമയുടെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ആദ്യമൊക്കെ വീട്ടിൽ അത് മനസ്സിലാവില്ലായിരുന്നു, അവർക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം പപ്പ ആദ്യമൊന്നും സമ്മതിക്കാതൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ എന്നോട് നിനക്ക് അതിനുള്ള ഒരു പ്രായമായി, നിനക്ക് അതിൻ്റെതായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സമയമാകുമ്പോൾ പൊക്കോ എന്നുള്ള രീതിയിൽ. ഞാൻ ബിഫാം ആയിരുന്നു. ബിഫാം ചെയ്തിട്ട് എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പിന്നെ ഫാഷൻ ഡിസൈനിങ് ചെയ്തു. അത് കഴിഞ്ഞ് സിനിമയിൽ പിന്നെ ഇടയ്ക്കൊക്കെ കോസ്റ്റ്യൂം ചെയ്തു. അങ്ങനെയൊക്കെയാണ് അതാ ഞാൻ പറഞ്ഞത്, ഞാനിങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പല പല ഇതിലും നിന്നാണ് ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ അങ്ങനെ വീട്ടിലാണിപ്പോൾ എല്ലാവർക്കും അത് അങ്ങനെ യൂസ്ഡാണ്. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞും കേട്ട് എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ സിനിമ. ഈ ശങ്കരേട്ടിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ശങ്കർജി എന്നാ ഇപ്പോൾ കുറേ വർഷമായി അറിയാം. അപ്പോൾ എൻ്റെ ഒരു മൂവി വന്നപ്പോഴത്തേക്കും ശങ്കർജി ഞങ്ങൾ ഒരുമിച്ചത് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന മൂവി ആയിരുന്നേക്കുമ്പോൾ ശങ്കർജി ഒരുമിച്ച് ചെയ്യാമെന്നും പറഞ്ഞിട്ടായിരുന്നു നമ്മളിരുന്നത്. അപ്പോൾ ആ പടം നമ്മളിപ്പം എന്താ പറയുക, ഞാൻ ഉദ്ദേശിച്ച സമയത്ത് നടന്നില്ല. ജോജു. അപ്പോൾ ആ സമയത്ത് വന്നപ്പോൾ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ കോവിഡ് വന്നു. അത് കഴിഞ്ഞ് അതങ്ങ് നീണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഞങ്ങളിപ്പോൾ അത് വേറെ രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ സബ്ജക്റ്റ് തന്നെ ആർട്ടിസ്റ്റൊക്കെ മാറി അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. അത് തുടർന്നു ആ ബന്ധം. ശങ്കർജി എന്ത് ചൂടായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒച്ചപ്പാടുണ്ടാക്കിയാലും അദ്ദേഹത്തിന് അപ്പോൾ പറയുന്നുള്ളൂ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ തുടർന്ന് പോകാൻ പറ്റും. ആ ഒരു യാത്രയാണ് ഇപ്പോൾ തുടർന്ന് അഭിലാഷത്തിൽ നിൽക്കുന്നത്. ഇനി അടുത്ത സിനിമയിലേക്ക് നിൽക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ അമ്മു പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അമ്മുവിന് സിനിമ എന്നൊരു ഫാഷൻ അല്ലേ. 2010 തുടങ്ങി സിനിമയിലേക്ക് ഇറങ്ങാൻ അല്ലേ. 2010 തൊട്ട് സിനിമ സ്വപ്നം കണ്ടാണ്. അതിന് മുമ്പ് സിനിമ സ്വപ്നം കാണുന്നു. 2010 തൊട്ട് ഫീൽഡിലേക്ക് ഇറങ്ങി. എന്നിട്ടും ഇത്രയും നാളും ഒരാളുമായിട്ട് കൂട്ടുകൂടാതെ അല്ലേ, ഒരാളുമായിട്ട് യോജിച്ചു പോകാതെ വേണമെങ്കിൽ എന്നേ സിനിമ എടുക്കാൻ തയ്യാറായിട്ടുള്ളൂ. ശങ്കർജിയുടെ അടുത്തേക്ക് വരുന്നു. ആ ഒരു വിശ്വാസമാണ് അല്ലേ. ആ ഒരു വിശ്വാസം വലിയ വിശ്വാസമാണ്. ആ കുടുംബത്തിനുള്ള വിശ്വാസമാണ്. കുടുംബം ഉൾപ്പെടെ ഒരു പെൺകുട്ടിയെ അങ്ങ് ഏൽപ്പിച്ചപ്പോഴാണ് അല്ലേ. ഒരു ധൈര്യമാണ് ശങ്കർജിയുടെ കയ്യിൽ തരുമ്പോൾ ധൈര്യമാണ്. ആ ഒരു ധൈര്യമാണ് ഇച്ചിരി മുമ്പ് പറഞ്ഞത്. ഒരു പെൺകുട്ടിക്ക് വേണ്ടി എൻ്റെ പാർട്ട്ണർ പെണ്ണാണ്, ആ സ്ത്രീക്ക് വേണ്ടി ഞാൻ ഭൂമിയോളം താഴാമെന്ന് പറഞ്ഞതിൽ അതിലെല്ലാ അർത്ഥവും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ എല്ലാ അർത്ഥമുണ്ട്. ഇടയ്ക്ക് വെച്ചെങ്കിലും നിങ്ങൾ ഉടക്കുന്ന സമയത്തിൽ പിന്നെ തലയ്ക്ക് കൈവച്ച് ആലോചിച്ചു ഇത് പറയണ്ടായിരുന്നു. പലപ്പോഴും ഉണ്ടായിരുന്നു. കുറച്ച് നേരത്തെ മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഹൈദരാലിക്ക് പറഞ്ഞു ഒരു 5 മണിക്കൂറിൽ ഒരു പ്രാവശ്യം ഉണ്ടാവും. ഇതൊന്നും വിഷയമല്ല, ഇതൊന്നുമല്ല. ഇവിടെ ഞാൻ പറയണ കുറേ സാധനങ്ങൾ ചിലപ്പം അമ്മൂന്, ചിലപ്പോൾ സീനിയർ ആയതിൻ്റെയിലായിരിക്കും അമ്മൂന് മനസ്സിലാവില്ല. ഇവിടെ നിൽക്കണമെങ്കിൽ അമ്മു വളരെ ജെന്യൂനാണ്. അമ്മ പാവമാണ്. ഇവിടുത്തെ കുറേ സാധനം ഞാൻ പറഞ്ഞ ഹൈദരാലിയുടെ ആ ബുദ്ധി അമ്മൂനുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എവിടെ എത്തിയെന്നറിയാം. ഞാനൊരു 10 സിനിമകൾ ചെയ്തിട്ടുണ്ടാവും. അമ്മു ബേസിക്കലി വളരെ പാവമാണ്. പാവങ്ങൾക്ക് പറ്റിയ പണിയല്ല. ഇവിടെ അമ്മുൻ്റെ പൈസ മാത്രമേ ഉള്ളൂ. ഗോസിപ്പ് പറയാൻ പഠിക്കണം. ആദ്യം സിനിമയിൽ നിൽക്കണമെങ്കിൽ ആദ്യം പഠിക്കേണ്ട പരദൂഷണം പറയാനാണ്. കാശ് പിന്നെ മതി. പരദൂഷണം പഠിച്ചത് ഇങ്ങനെ ആകുകയും അത് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ ഇവിടെ സ്കൂൾ വല്ലതും ഉണ്ട് കൈലാലി അവൻ പോവാം. ഞാൻ പാമ്പന് അവിടെ ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ സാധനം പഠിക്കണം. ഞാൻ കെട്ടാണെങ്കിൽ കാശ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതിൻ്റെ പേരിൽ എന്ത് പറ്റുന്നറിയാം. ഇവിടെ വെറും ചിരി മാത്രമേ ഉള്ളൂ, ഉള്ളിലൊന്നുമില്ല. നമ്മളൊക്കെ ഹൈദരാലിനെ പറയും എന്താ സാധനം നമ്മളതിന് വരും പെട്ടെന്ന് ദേഷ്യം വന്ന. ഇവിടെ വാക്കി കാലത്ത് ചീത്ത പറഞ്ഞ, രാത്രി ചീത്ത പറഞ്ഞ കാലത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും. എന്ത് ഇവനൊക്കെ ഞാനപ്പം ഗുഡ് മോർണിംഗ് കേൾക്കണമെന്ന് വിചാരിച്ചിട്ട് തിരിച്ച് കയറി കോളിപ്പൊടി കയറി ഇറങ്ങി വരുന്നുണ്ടുമ്പോ ഞാൻ ഇപ്പുറത്ത് കൂടെ കയറി റൂമിൽ കയറിക്കും. എല്ലാവരും പോയിട്ട് താഴ്ത്തി കയറി ഗുഡ് മോർണിംഗ് ആവശ്യമില്ല. തലേദിവസം ഞാൻ ഇത്രയും വഴക്കുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേ ഇവിടെ ഒരു സത്യമില്ലാത്തൊരു ഫീൽഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ യഥാർത്ഥമാണ് പറയുന്നത്. എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പം. ഇവിടെ നിൽക്കണമെങ്കിൽ ഒന്നാമത്തെ
ഇവിടെ മാടമ്പി സ്വഭാവമുണ്ട്. ഞാനൊരു ഇടതുപക്ഷ ചിന്താധികാരനാണ്, അത് പറഞ്ഞുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നുമില്ല. ഞാൻ ലെഫ്റ്റ് ചിന്താധികാരനാണ്. അപ്പോൾ എനിക്ക് പ്രതികരണ ശേഷി പൊതുവെ നമ്മളെ ചിന്താഗതിയുടെ ഭാഗമായിരിക്കും, പ്രതികരിക്കും. ഞാനൊക്കെ സമരങ്ങൾ കുറേ ചെയ്തിട്ടുള്ളതിൻ്റെ പേരിൽ ആ തീവ്രതയൊക്കെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന കുറേ ആൾക്കാർ അവർക്ക് സാഹചര്യത്തിനനുസരിച്ച് മാറാനറിയാം. ആ മാറലാണ് ഇവിടുത്തെ നിലനിൽപ്പ്. എന്ത് വേണമെങ്കിലും പത്രസമ്മേളനത്തിൽ കൂടെ പറയാം, അപ്പം തന്നെ തിരിച്ചു പറയാം. പഴയ കാലഘട്ടത്തിൽ VS കേക്കാരനാരനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പ്രസംഗിച്ച് പോവാം. അന്ന് ഈ സോഷ്യൽ മീഡിയ ഇല്ല, ലൈവായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് നിങ്ങളുടെ നാട്ടിൽ ഞാൻ പാലും തേനും ഒഴുക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പം ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ആ രാഷ്ട്രീയക്കാർക്ക് നിലനിൽപ്പില്ല. അതുപോലൊരു സാഹചര്യമാണ്. ഇവിടുത്തെ സത്യങ്ങൾ പറയാൻ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് തഴയപ്പെടും. അവിടെ നമുക്ക് അധികാരങ്ങൾ ഉണ്ടാവില്ല, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒറ്റപ്പെടുത്തിയ നിങ്ങൾ 3-4 പേരും കൂടെ ഇയാൾ ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഈ പറയണമെന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞാൽ നിങ്ങളൊരു ക്രൈം വേണം കൂടെ ക്രിയേറ്റ് ചെയ്യാം. പോലീസിൽ പോയി പറഞ്ഞ് അയാൾ വന്ന് ഭയങ്കര അസഭ്യമായിട്ട് അയാൾ വെള്ളമടിച്ച് വന്നു, അല്ലെങ്കിൽ അയാൾ വേറെ രീതിയിൽ ഹൈദരാബാദിലെ ഓഫീസിൽ വന്ന് ബുദ്ധിമുട്ടിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയൊരു ക്രൈം ഇടാം. അങ്ങനത്തെ കാലഘട്ടമാണ്. പണ്ടൊരു വ്യവസ്ഥയുടെ നയം വെറുതെ ഒരാൾ പോയി ഒരു കംപ്ലൈൻറ്റ് ഇല്ല. അതൊരു കാലഘട്ടത്തിൻ്റെ വ്യവസ്ഥയായിരുന്നു. ആ വ്യവസ്ഥ ഇവിടെ ഇല്ല. അപ്പം ആ ഹൈദരാലിക്ക് റെക്കമെൻഡേഷൻ പണ്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റെക്കമെൻഡേഷൻ മാത്രം പോരാ, അതിൻ്റെ കൂടെ കൈക്കൂലിയും കൂടെ കൊടുക്കണം. പണ്ടൊരു റെക്കമെൻഡേഷൻ, ഇപ്പോൾ കൈക്കൂലിയും കൂടെ കൊടുക്കണം. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ രാജ്യത്ത് എല്ലാ സ്ഥലത്തും നടക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്ത് ലാഭം ഉണ്ടെന്നാണ്. ഒരാൾ നമ്മളെ സഹായിക്കുമ്പോൾ അയാൾക്ക് എന്താ കിട്ടുക എന്നുള്ളത് ആദ്യം അതാണ് ചിന്ത. പഴയ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമല്ല. അവന് ലാഭം ഉണ്ടാക്കി കൊടുക്കുക, അവൻ നമ്മൾക്ക് തരും. അത് അവനും മനസ്സിലാവും. ഞാനൊരു സാധനം കൊടുക്കുമ്പോൾ അവനും മനസ്സിലാവും ഇവനിത് അർഹതപ്പെട്ടാണ്, അത് തിരിച്ചു കൊടുക്കണം. അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല. പിന്നെ ഈ സിനിമയിൽ വരുന്ന ആൾക്കാർ അത് അഭ്യാസം അറിയുന്ന ആൾക്കാരാണ്. സിനിമ പ്രൊഡ്യൂസർ ആവുന്ന ആൾക്കാർക്ക് നല്ല അഭ്യാസം അറിയണം. അല്ലെങ്കിൽ യൂസഫ് അലിക്ക്, ശോഭാ മാനോ, ഷിഷോറും മമ്മാലിയ, ഗൾഫാറും മമ്മാലിക്ക് എന്താ സിനിമ ചെയ്യാത്തത്? സിനിമയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ കള്ളന് കഞ്ഞി വെച്ചോലിരിക്കണം. പക്ഷെ പണ്ടൊന്നും ഇങ്ങനെയല്ല. നിർമ്മാതാവ് വലിയ വിലയുണ്ടായിരുന്നു, വലിയ വിലയുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു പണ്ടൊക്കെ. അതൊക്കെ ഉണ്ടായിരുന്നു. കാലഘട്ടവും നിർമ്മാതാക്കൾക്ക് വിലയുണ്ടായിരുന്നു. ഈ വേറെ സത്യം കൂടെ പറയണോട്ടോ, നിർമ്മാതാവ് തിരിച്ചും കൊടുക്കണം. അതാണ് സത്യം കൂടെ പറയണം. നിർമ്മാതാവ് തിരിച്ചു കൊടുക്കണം എന്ന് പറയണ എന്റെ സാധനം കൂടെ പറഞ്ഞുതരാം. നിർമ്മാതാവ് തിരിച്ചു കൊടുക്കുന്നത് സ്ഥിരമായിട്ട് ഒരു തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത്, അല്ല ഒരു ഫാക്ടറി ആണെങ്കിൽ പോലും അവർ ആളോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ ഒരു ഉദാഹരണം, ഗോകുലം അല്ലെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ, ഫ്രൈഡേ വിജയബാബു, ഇവരെ ചിലപ്പോൾ റെസ്പെക്റ്റ് ചെയ്യും. പുതിയ ഒരാളെ റെസ്പെക്റ്റ് ചെയ്തോളുന്നില്ല. പിന്നെ ഈ കാശുണ്ടാക്കിയവരാരും മണ്ടന്മാരല്ല. അത് ഈ ഡയറക്റ്റ് ചിലപ്പോൾ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, ജീവിതത്തിൽ ബാക്കിയുള്ള കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തല്ലാത്ത എന്നുള്ള ധാരണ ആർക്കും വേണ്ട. എന്തേ ആർക്കും വേണ്ട. സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു കൊലക്കേസിൽ പ്രതിയായ ജാമ്യം കൊടുക്കണ വക്കീൽ വേണം, വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂസിൽ പെട്ട പോലീസ് സ്റ്റേഷൻ വേണം. സിനിമ നമ്മളൊക്കെ സിനിമനോടുള്ള പാഷൻ കൊണ്ടും ഇഷ്ടം കൊണ്ടുമാണ് ഇതിലൊക്കെ നിൽക്കുന്നത്. നമ്മളെ കൂടെ മനസ്സിലാക്കണം. നമ്മളും ഒരു കലാകാരനാണ്, ഒരു പ്രേക്ഷകൻ. നമ്മളൊരു സിനിമ ഇഷ്ടമില്ലെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റില്ല. കാശുള്ളവരെല്ലാവരും നിർമ്മാതാക്കളാവാത്തതിൻ്റെ വേറെ സാധനമാണ്. സിനിമനോട് നമുക്ക് ഇഷ്ടം കൂടെ വേണം. ആ ഇഷ്ടമുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് എന്ത് സഹിച്ച് എല്ലാവരും ചീത്തയും കേട്ട് നമുക്ക് ഇഷ്ടമില്ലേ നിൽക്കാൻ പറ്റുമോ? കള്ളന് കഞ്ഞി വെച്ചാൽ മാത്രമേ നിർമ്മാതാവായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഒരു മാറ്റവും ഇല്ല. കേട്ട് കഴിയുമ്പോൾ ഭയം വരുന്നില്ലേ? ഇത്ര കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് വെച്ചാ പറയുന്നത്. അതെ, അത് ശരിയാ. പക്ഷെ എനിക്ക് എൻ്റെ ശങ്കർജി പറഞ്ഞ പോലെ ചില ഇതുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഞാൻ അതിനെ ഇതൊരു പ്രൊഫഷണൽ രീതിയിലും കൂടെ കാണും. അപ്പം നമുക്ക് അഭ്യാസങ്ങളൊക്കെ മനസ്സിലാവുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ശങ്കർജിനെ പോലെ എടുത്തു ചാടി അങ്ങനെ ഒരു ഇത് സംസാരിക്കാറൊന്നുമില്ല. പക്ഷേ എനിക്കും എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ആ പെർഫെക്ഷൻ ആ സാധനമൊക്കെ ഇല്ലെങ്കിൽ എനിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരും. എനിക്ക് അങ്ങനെ പേടിയൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ ഇപ്പോൾ എമ്പുരാൻ്റെ കൂടെ ഇറക്കാൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥയിൽ തിയേറ്റർ പോലും ഇല്ലായിരുന്നല്ലോ. ആ സമയത്ത് നമ്മൾ ഇറക്കാൻ കാണിച്ചത് പേടിയുണ്ടോ, നമ്മൾ ഇറക്കില്ലല്ലോ.
ഹൈദരിക്ക ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ നമ്മൾ ഏത് സമയത്താണ് നമ്മളൊരു ചെറിയൊരു സിനിമ ചെയ്യുന്നതെങ്കിൽ ഏത് സമയത്താണ് നമുക്ക് ഇറക്കാൻ പറ്റുന്നത്? ഒരു സിനിമയില്ലാത്ത ഏത് സമയമുള്ളത്? നമ്മൾ അല്ലെങ്കിൽ ഇനി അടുത്തൊരു ജൂലൈ, എനിക്ക് എൻ്റെ സിനിമ ജൂണിൽ തുടങ്ങണം, എനിക്ക് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം കിടക്കുന്നത് കൊണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞ് ഇതങ്ങ് ഒഴിവാക്കുന്നത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ എത്ര നാളാണ് ഒരു സിനിമ ഇറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടേ? ഇങ്ങനെ ഇന്ന സിനിമ ഉള്ളപ്പോൾ നമുക്ക് തിയേറ്ററില്ല, അല്ലെങ്കിൽ ഇന്ന സമയമുള്ളപ്പം നമ്മുടെ പടം ഇറക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അതിനിടയിൽ ഇപ്പം സെക്കൻഡ് വീക്ക് വന്നപ്പോഴും എനിക്ക് ആക്ച്വലി മലബാർ ഏരിയയിലോട്ടായിരുന്നു കൂടുതൽ ഇത് വേണ്ടത്. എനിക്ക് തിയേറ്റർ ഉണ്ടായിരുന്നില്ല ആ സ്ഥലത്ത്. നമ്മൾ തിയേറ്റേഴ്സ് ആക്ച്വലി നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ ആ സമയത്തും കിട്ടിയിട്ടില്ല. എന്നാലും കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ എന്നുവെച്ചാൽ എനിക്കത് സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്നറിയാം, ഈ കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ ഹൗസ്ഫുള്ളായിട്ടും ഒരു 70% കൂടുതൽ ഇതായിട്ട് ഓടി. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊക്കെ ഓടി. അതല്ലാതെ ചില സ്ഥലങ്ങളിൽ ഇപ്പം ട്രിവാൻഡ്രത്ത് ഇങ്ങനെ കുറച്ച് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ, ട്രിവാൻഡ്രം ലുലുവിലൊക്കെ നല്ല ഇതുണ്ടായിരുന്നു. അതല്ലാതെ ചില തിയേറ്റേഴ്സിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു അത്. നമുക്ക് കിട്ടിയ സ്ഥലങ്ങളിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ഇതുണ്ട്. പക്ഷേ എനിക്ക് ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ 3rd വീക്കിലോട്ട് കയറിയല്ലോ പടം. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ പല പടങ്ങളും ഉണ്ടാവാറില്ല. പിന്നെ അഭിലാഷനെ പറ്റി ആരും അങ്ങനെ മോശം പറയാനുള്ള സിനിമയല്ല. അപ്പോൾ 3rd വീക്കിലും നമുക്ക് തിയേറ്റേഴ്സ് ഏതൊക്കെ കിട്ടുമെന്നുള്ളതിനെ പറ്റി എനിക്കറിയത്തില്ല. അല്ല, ആ അഭിലാഷ സിനിമയുടെ ഏറ്റവും പ്രത്യേകത നമ്മൾ കാണാത്ത രീതിക്കുള്ള ഒരു പ്രണയം. ആ പ്രണയത്തിന്റെ ക്ലൈമാക്സ് ആണ് ആ സിനിമയുടെ ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്കല്ല സിനിമ തീരുന്നത്. നമ്മൾക്ക് ഒരു സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കുന്നു ആ സിനിമയിൽ. ആ രീതിക്കാണ് സിനിമ. അത് നിങ്ങൾ തീരുമാനിക്കണം, സ്ക്രിപ്റ്റ് റൈറ്റർ തീരുമാനിക്കണം, ഡയറക്ടർ തീരുമാനിക്കണം, ആർട്ടിസ്റ്റുകൾ തീരുമാനിക്കണം. അങ്ങനെയാണ് ആ സിനിമ കൊണ്ടുവച്ചിരിക്കുന്നത്. എനിക്കിത് ഇപ്പം നിങ്ങൾക്ക് സംസാരിക്കുന്നത് ഈ സിനിമയെ എല്ലാവരും ബന്ധപ്പെട്ടിട്ട് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. ഇനി നിങ്ങൾ അതിന് മുൻകൈ എടുക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ മുൻകൈ വല്ല എടുക്കുമോ? സിനിമ അല്ലേ, സിനിമ ആവും. പിന്നെ അത് ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞില്ലേ, ഞാൻ ഇപ്പൊ സെക്കൻഡ് പാർട്ടിന് തയ്യാറാവും. ഞാൻ ആദ്യത്തെ ആ പ്രൊഡ്യൂസർ അല്ല, മാറി അഭിലാഷത്തിന്റെ പ്രൊഡ്യൂസർ അല്ല. ഞാനപ്പോ സിനിമയായിട്ട് ഇനി ഇതിവിടെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുമ്പോ സെക്കൻഡ് പാർട്ടും ചിന്തിക്കണ്ടേ? അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇവിടെ നിന്ന് മാറാനുണ്ട്. അത് മാറാത്തതിന്റെ കാരണം ഒന്നാമത്തെ പുതിയ ആൾക്കാർ വരണം. ഒക്കെ ഈ പ്രായമുള്ള ആൾക്കാർ എടുത്ത് കളിക്കണ്ടെന്നാണ് രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. കുറെയൊക്കെ അഭിപ്രായം എനിക്കില്ല. അല്ല, ഞാൻ പൊതുവെ കണ്ടേക്കുന്നത് അങ്ങനെയല്ല. അപ്പൊ രാഷ്ട്രീയത്തിലായാലും ഈ കാര്യത്തിലായാലും കുറച്ചും കൂടെ ചെറുപ്പക്കാർ വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് പേഴ്സണൽ അഭിപ്രായം ഉണ്ടാകും. ആ പേഴ്സണൽ അഭിപ്രായം ആകുമ്പോൾ രാഷ്ട്രീയത്തിലൂടെ MA ബേബി നിങ്ങളുടെയൊക്കെ ഇവിടെ റിലേഷനാണ്, ഇവിടെ സുഹൃത്താണ്, ബേബിസാവാനാണ് ഇപ്പം, അതായത് ദേശീയ സെക്രട്ടറി ആയിട്ട് വന്നിരുന്നത് CPI. അപ്പൊ പുതിയ ആളിന് വഴി കൊടുക്കാൻ മേലായിരുന്നു. അല്ല, അങ്ങനല്ല, അങ്ങനെ പറയില്ല, അത് പറയില്ല. അടുത്ത ആളാണ്. അല്ല, അത് അങ്ങനെ പറയില്ല. അത് പാർട്ടി തീരുമാനമല്ലേ. പാർട്ടി തീരുമാനം പേഴ്സണൽ പറഞ്ഞതിന്റെ പേരിലാണ്. അതെന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഒരു പാർട്ടി എന്ന് പറയുന്നത് അതൊരു വലിയൊരു സംഭവമാണ്. അവിടെ ഒരാൾക്കൊരു പ്രാധാന്യമില്ല അതിന്റെ. അല്ല, അത് തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ബേബി സാറ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. പാർട്ടി എന്ത് തീരുമാനിക്കണത് അതുപോലെ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് അതിന്റെ സത്യം. അത് പാർട്ടി കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നല്ല ആ പുള്ളി അതിന് അർഹതപ്പെട്ടതാണെന്നാണ് എൻ്റെ പേഴ്സണൽ. തീർച്ചയായിട്ടും വ്യവസായമൊക്കെ അർഹതപ്പെട്ട ആൾ തന്നെ, ഒരു സംശയമില്ല. പാർട്ടി ഒന്നടങ്കം എടുത്ത തീരുമാനമല്ലേ. എത്രയും നാളത്തെ എക്സ്പീരിയൻസ് ആണ് MA ബേബി എന്ന് പറഞ്ഞ പുള്ളിക്കുള്ളത്. അദ്ദേഹം പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ആകുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാം. നമുക്കൊക്കെ ഒരു കാര്യത്തിൽ കയറി ചെല്ലാൻ പറ്റിയ ഒരു എളിമയായ ഒരു മനുഷ്യനാണ്. അത് ഞാൻ ഈ സമയത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അല്ല, നമ്മളെ സിനിമ കാണാൻ വന്നത് തന്നെ പുള്ളി തിരക്കിൻ്റെ വന്ന് ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മളൊക്കെ ആ പുള്ളിനെ അത്ര റെസ്പെക്ട് ചെയ്യണം. ആ സിനിമ കണ്ട് അതിന് അഭിപ്രായം പറഞ്ഞ് വളരെ ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ആളാണ്. ജെന്യുവൻ സാധനം പറയുള്ളൂ. അതെ, അല്ലാത്തൊന്നും പറയില്ല. എനിക്കും അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും എനിക്കും നല്ല അടുപ്പം. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വൈഫിന് ഒരു ജോലി വേണമെന്ന് വിളിച്ചു പറഞ്ഞു. അന്ന് തന്നെ വിളിച്ച് ശരിയാക്കി ആ ജോലി ഇപ്പോഴും എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫ് തുടരുന്നുണ്ട്. നല്ല എളിമയുള്ള മനുഷ്യന് നമുക്ക് സംസാരിക്കാൻ, ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന മുഖത്തോടുകൂടി അല്ല നമ്മൾ ഇന്നലെ ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. മുക്കം ഷൂട്ട് ചെയ്യുമ്പോഴും അച്ഛനോട് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ വന്ന് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ വ്യവസായം ഞാൻ പറയാറുള്ളത് ഈ സിനിമയിലേക്ക് ഇറങ്ങി നല്ല സപ്പോർട്ട്.
പുള്ളി ഓൾറെഡി പുള്ളി മറ്റേ നമ്മുടെ 2 പ്രാവശ്യം തോന്നുന്നു കലാസാംസ്കാരിക ഇതും പുള്ളിക്ക് അറിയത്തില്ലാത്ത ആൾക്കാരും കലാകാരന്മാരും ഇല്ലല്ലോ. അങ്ങനെ നല്ല ഇതാണ്, നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി നല്ല കലാകാരനാ. പിന്നെ വൈഫാണെങ്കിൽ കയറിലെ പിന്നെ പ്രോഗ്രാമിന്റെ അതെ അമ്മയുടെ ഹെഡല്ലായിരുന്നു. അപ്പൊ നമുക്കറിയാലോ ആ കാര്യങ്ങളൊക്കെ. ആ കാര്യങ്ങളിൽ അവരെല്ലാരും കുടുംബപരമായിട്ട് തന്നെ അവിടെ നിന്ന് കുടുംബപരമായിട്ട് ഒരാള് സിനിമയിലേക്ക് കിട്ടിയിരിക്കുന്നു. ഇനി ഇപ്പൊ പുതിയ സിനിമ ചെയ്യാൻ പോകണല്ലേ, ഈ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഈ സിനിമയിൽ നിന്ന് കുറേ പഠിച്ചു. സന്തോഷവും ദുഃഖവും കല്ലും മുള്ളും ഒക്കെ എന്ന പാതയിലൂടെയാണ് യാത്ര ചെയ്തത്. ഇനി ഒരു പുതിയ സിനിമ ചെയ്യുമ്പോൾ പുതിയ ഒരാളായിട്ട് മാറുകയാണ്. ഈ സിനിമ മാറ്റി വയ്ക്കുന്നത്, ഈ സിനിമയിൽ ഒരു സ്വപ്നം കാണാൻ പറ്റില്ല. ഇനി പുതിയ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസ്ക് ഇപ്പോഴേ മുന്നിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം ഇതിനകത്തും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയല്ലോ ഹൈദരിക്ക. അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇതും കൂടെ കണ്ടിട്ടാണല്ലോ അടുത്ത സിനിമ ചെയ്യുള്ളൂ. ശരിക്കും അത് നല്ലൊരു ഇതായിരുന്നു. ആരാണ് സബ്ജക്റ്റ് സിനിമ പുതിയ? ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് അത്. എൻ്റെ ഒരു ഫ്രണ്ട് ജോബി ചേട്ടനാണ് അതിൻ്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ ഞാനാ. അങ്ങനെ ഡയറക്ഷനും നിർമ്മാണം നിങ്ങളും കൂടെ കൂടിയാണല്ലോ. ആരാണ് ആർട്ടിസ്റ്റിനൊക്കെ തീരുമാനിച്ചത്? ആർട്ടിസ്റ്റിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ വിഷ്ണു വിനയൻ സാറിനമ്മൻ. വിഷ്ണു ആണ് അതിനകത്തൊരു മെയിൻ ലീഡ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റ്, ഒരു 10-30 പേര് മെയിൻ ഇതായിട്ട് തന്നെയാണ് അതിനകത്ത് പോകുന്നത്. അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും അങ്ങനെ ഒരു ത്രില്ലറാണ് അത്. ജൂണിൽ തുടങ്ങണം. ലൊക്കേഷനൊക്കെ എവിടെയാണ്? എറണാകുളം, പിന്നെ കുറച്ച് ദുബായ്, കുറച്ച് പാലക്കാട്. ദുബായിലൊക്കെ ഷൂട്ടുണ്ട്. വലിയ ഒരു സിനിമയാണ്. അഭിലാഷം പോലെ ചെറിയ സിനിമയല്ല, വലിയ സിനിമയാണെന്ന് തോന്നുന്നു. അഭിലാഷം ചെറിയ സിനിമയെന്ന് പറയുമ്പോൾ ഞാൻ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പം അതിന്റെ ഷൂട്ടും കാര്യങ്ങൾക്കും വലിയ ചെറിയ സിനിമയൊന്നും പറയാനൊന്നും പറ്റില്ല കേട്ടോ. ചെറിയ സിനിമ അതിന്റെ ഷൂട്ട് ഡേയ്സ് വലിയ സിനിമയാണ്. എത്ര ദിവസമായിരുന്നു? 58 ദിവസം ഉണ്ടായിരുന്നു. 58 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അല്ലേ? ആർട്ടിസ്റ്റുകളും ഉണ്ട്. 57 ദിവസം. അതുപോലെ ചെറിയ സിനിമ എന്ന് വെച്ചാൽ അതിന്റെ ത്രെഡ് ചെറുതാണ്. വേറൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഈ 57 ദിവസവും നമുക്ക് ഷൈജു കുറുപ്പ് നമ്മളെ ലൊക്കേഷനിലുണ്ടായിരുന്നു. അത് ആ മനുഷ്യൻ്റെ ഒരു മര്യാദയാണ് കേട്ടോ. അതൊരു മറ്റുള്ള രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഞാൻ ചിലപ്പോൾ പുള്ളിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. എൻ്റെ സ്വഭാവത്തിന് ഞാൻ വിളിച്ച് ഓടയിൽ കൂടെ ഒക്കെ എന്തെങ്കിലും പറയും. ആ പുള്ളി മര്യാദക്കാരനായതിൻ്റെ വലിയ തിരിച്ചൊന്നും പറയുന്നില്ല. അയാള് നല്ല ആളാണെങ്കിൽ പോലും മറ്റുള്ളവരൊക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, സിനിമയിൽ നിൽക്കണത് ഗോസിപ്പ് പഠിക്കണമെന്ന് പറയും, പാരിതോഷം. നല്ല ആൾക്കാരെ വരെ ഇവിടെ മാറ്റിമറിക്കാം. ചെവി തിന്നാന്ന് പറയും. ചെവി തീറ്റാന്ന് പറയണത് അത് ഒരാളെ എല്ലാ ദിവസവും ഹൈദരാലിയുടെ ചവിട്ടില് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഹൈദരാലി മാറിപ്പോവും. എല്ലാ ദിവസവും കേട്ടോണ്ടിരിക്കല്ലേ. അത് നമ്മൾ 500 രൂപ ഫോൺ കൊടുത്ത വൈകിയാണ്, പേസ്റ്റ് ഫ്രീ കൊടുത്ത വൈകിയാണ്. എല്ലാ ദിവസവും ആഡ് ചെയ്താൽ റെഡിയായി കിട്ടും. ആരെ മാറ്റിയെടുക്കാം. തങ്കപ്പെട്ട മനുഷ്യർ ഇല്ലാന്ന് പറയാതിരിക്കും. ഇല്ല, തന്നെയും ആ കാര്യത്തില് മോശമൊന്നുമില്ല. പിന്നെ അർജുനുണ്ടായിരുന്നു. അർജുനും ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഷൈൻ ടോം ചാക്കനും ഒരു ദിവസം ഉള്ളെങ്കിൽ പോലും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ ഒരു എന്തൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാലും ഇവിടെ പലതും പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. റിയലായിട്ട് അലിയാരിന് ഞാൻ അടുത്തറിയുമ്പോഴുള്ള അലിയാർക്ക് നോക്കി ഇന്ന് റോട്ടിൽ കൂടെ പോണവനെ പറ്റി അവൻ കള്ളനെന്ന് പറയാൻ പാടില്ല. അലിയാരും ഞാനും കുറെ നാൾ അനുഭവം ഉണ്ടായാലോ പറയാൻ പാടുള്ളൂ. റോട്ടിൽ കൂടെ പോണവനൂടെ കള്ളൻ എന്ന് പറയും. ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആളെ എനിക്ക് പേഴ്സണലി ബന്ധമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ പോലും എനിക്ക് അയാളോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അയാൾ കുറച്ചും കൂടെ ജെന്യുവിനാണ്, തുറന്ന് പറയണ ആളാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് ഇവിടെ ഭയങ്കര ഇഷ്യൂസ് വരും. എന്തുകൊണ്ട് ആക്രമിക്കപ്പെടും. നമ്മളൊരു കാര്യം തുറന്ന് അതിനുള്ള ഹൈദരാലിനെ റോഡ് മോഡലാക്കി വെച്ചേക്കുന്നത്. ഇന്ന് സിനിമ ചെയ്യുമ്പോൾ എൻ്റെ റോഡ് മോഡൽ ഹൈദരാലിയാണ്. അതിനാണ് അറിയാം, ഹൈദരാലിക്ക് ഡീൽ ചെയ്യാനറിയാം. ആ സാധനം ഞാൻ എൻ്റെ മനസ്സിൽ കയറ്റും. അപ്പോൾ ഷൈൻ ടോം ചാക്കോനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ്, അയാൾ പ്രൊഡ്യൂസർക്ക് ഒരു വിഷയം ഉണ്ടാക്കാത്ത അത്രയും നല്ല മനുഷ്യനാണ്. അയാൾക്ക് ഉണ്ടാവണമെന്ന് ഇവിടുത്തെ മറ്റുള്ള ഇഷ്യൂസുകളിൽ ഒന്നുകൊണ്ട് ഇപ്പോൾ ഹൈദരാലിയായിട്ട് തെറ്റാ. ഹൈദരാലി അപ്പം തന്നെ വേറെ അവർ കോക്കസ് ഉണ്ടാക്കിയിട്ട് അയാളെ ശത്രുതയാക്കുകയാണ്. ഇവിടെ അയാളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, വേറെ ഒരുത്തനെ ശത്രുത ഉണ്ടാവില്ല. ആ പയ്യനായിരിക്കും ശത്രുത. ഹൈദരാലിൽ ഇവരൊക്കെ കൂട്ടുപിടിച്ചിട്ട് അവരെ അങ്ങോട്ട് ആക്രമിക്കുകയാണ്. ആ മനുഷ്യനൊക്കെ ശരിക്കും അതാണ് ഞാൻ പറഞ്ഞത്. നല്ലവർക്ക് ഇവിടെ തുറന്ന് പറയണവർക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ആർക്കാണെന്ന് പറയാം ഹൈദരാലിക്ക്. ഒന്ന് രാഷ്ട്രീയക്കാർ, ഒന്ന് വക്കീൽ, ഒന്ന് പത്രപ്രവർത്തകർ, ഒന്ന് സിനിമാക്കാർ.
4 ആളുകൾക്കാണ്. ആളുകൾക്കാണ് ഏറ്റവും ബുദ്ധിയുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞിട്ടുള്ള ബിസിനസ് ചെയ്യണവർക്ക് ഇവർക്ക് ഇവിടെ നിൽക്കാനറിയാ. ഇവിടെ മലവെള്ളം കയറിയാലും പത്രക്കാർ നിൽക്കും മുകളിൽ ഇങ്ങനെ. ഇവിടെ മൊത്തം വെള്ളം കയറി പത്രപ്രവർത്തകൻ മുകളിൽ സംസാരിക്കണ്ടാവും. മറ്റേ കൃഷ്ണൻ നടക്കണവര് ആലിലയിൽ നടന്നുകൊണ്ട് ബൈക്കും പിടിച്ച് നടക്കും. പണിയതാണല്ലോ. അപ്പൊ ഇവിടുത്തെ പത്രക്കാര് വെള്ളം കയറി നമ്മളൊക്കെ ഇത്ര മുങ്ങിക്കുമ്പോൾ പത്രക്കാരൻ ബൈക്കും പിടിച്ച് ആ പ്ലേറ്റിൽ നടക്കുന്നത് പണിയാണ്. അപ്പൊ അത്രയും ബുദ്ധിയില്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റൂല്ലോ. നമ്മളെ കുറ്റം പറയും. അത് കുറ്റം പറയും. അല്ല, ആ അത്രയും ബുദ്ധി ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റുമല്ലോ. ഇവിടെ ഫുള്ള് വെള്ളം കയറിക്കുമ്പോ ഇയാള് ബൈക്കും പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ബുദ്ധി ഇല്ലാണ്ട് പറ്റുമോ? പറ്റില്ല. ബാക്കിയുള്ള ബുദ്ധി ഉണ്ടാവും. ബിസിനസ്സുകാർക്ക് ബുദ്ധി ഇല്ലാന്നല്ല പറയുന്നത്. ബിസിനസ്സുകാർക്ക് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ഥാപനം നടത്തണം, 10-25 സ്ഥാപനം നടത്തണം പോണെ, കുറെ ആൾക്കാരൊന്നും വിശ്വസിച്ചേ പറ്റൂ. കോവിഡ് വന്നപ്പോഴെല്ലാം അടച്ചു വിട്ടും ഞങ്ങളെ പോലെ മാധ്യമപ്രവർത്തനം ക്യാമറ ടീമോടെ ഇറങ്ങി റോട്ടിലേക്ക് എല്ലാവരും അന്വേഷിക്കാൻ. എന്നിട്ട് ഞങ്ങൾ കുറ്റം കേൾക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ കുറെ കുറ്റം കേട്ടോ പ്രൊഡ്യൂസർമാർ. ശരിയല്ലേ? ഇപ്പൊ ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഇത്രയും പ്രതിസന്ധിയും പ്രശ്നങ്ങളൊക്കെ വരുന്നു, നമ്മളെല്ലാവരും പറയും ഇവിടെ നമ്മൾ മറ്റൊരു സ്നേഹിക്കണം, അല്ല സ്നേഹിക്കണം, കലയെ സ്നേഹിക്കണം. ഞാനും പറഞ്ഞ സാധനങ്ങൾ കുറച്ച് നേരത്തെ കലയെ സ്നേഹിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ നാട്ടിൽ ഒരു കർഷകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്കാരം ഇവിടെ ഇല്ല. അത് വലിയൊരു ആപത്തല്ലേ? ഈ രാജ്യത്ത് എവിടേക്കാണ് പോകണമെന്ന് മനസ്സിലായിട്ടുണ്ട ഹൈദരാലിക്ക്? സിനിമനെ ഞാൻ സ്നേഹിക്കണേ, ഞാൻ സിനിമയാണെന്ന് പറയുന്നുണ്ട്. ഒരു മുളകും തൈ വെച്ചാൽ മതി, എല്ലാവരും വിചാരിച്ചാൽ മതി. മുളകിൻ്റെ റേറ്റ് കുറയുമല്ലോ. എൻ്റെ വീട്ടിലേക്കുള്ള മുളക് വേപ്പിലും കിട്ടണമെങ്കിൽ പിന്നെ കടയിൽ പോയി മേടിക്കണ്ടല്ലോ. ഇവിടേക്ക് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ആധികാരികമായിട്ടൊന്നും പറയാനൊന്നല്ല കേട്ടാ. ഞാൻ പറയാണ്, ഞാൻ ഒരു കൃഷിക്കാരനായതിൽ പറയും. അങ്ങനത്തെ ഒന്നും ഇവിടെ ഒരു ആരും അതിന് വേണ്ടിയിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ ധ്യാന പുള്ളിയാണ്. പിന്നെ കുറച്ചൊക്കെ ജൈവ കൃഷിയൊക്കെ ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ ജയറാമിന് എന്തോ ഫാമും പരിപാടിയൊക്കെ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ സിനിമയിൽ നിൽക്കുന്ന ആൾക്കാർ, പ്രൊഡ്യൂസർ സൈഡിൽ നിന്നായാലും കുറച്ച് അവർക്കും കുറേ ആൾക്കാരെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം. സിനിമയിൽ നിൽക്കുന്ന എല്ലാവരും കൃഷിനെ ബാക്കിയുള്ള പരിപാടിക്ക് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്താൽ ഞങ്ങളെ പോലെയുള്ള കൃഷിക്കാർക്കും ഒരു സന്തോഷമായിരിക്കും. എങ്ങനെയെങ്കിലും ജീവിക്കാൻ നോക്കണം, എന്തെങ്കിലും ചെയ്താണെങ്കിൽ. അതാണ് എനിക്ക് ഇതിന്ന് പോയാലും നമുക്ക് ജീവിക്കാനുള്ള വകുപ്പുണ്ടാക്കി വെക്കണം. ധൈര്യം ഒരു ചെറിയ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ സാധാരണ രീതി പറഞ്ഞ ഒരു 5 പശു ഉണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാം. പശു തൊഴുത്തി മറ്റേ പറഞ്ഞില്ലേ, പശു തൊഴുത്തും ആനത്തൊഴുത്തും ഒക്കെ ഉള്ള ഒരു ആ സാധനം വന്ന് ഓർമ്മയില്ലേ പറഞ്ഞ തൊഴുത്തിലേക്ക് പോയി എന്നുള്ളൊരു സാധനം. അതൊക്കെ ഇവിടെ കുറേ കാര്യം സത്യസന്ധമായ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിർമ്മാതാക്കൾ പറഞ്ഞത് കുറേ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ നിഷേധിക്കാൻ പാടില്ല. അനുഭവങ്ങളാണ് നമ്മൾക്ക് പറഞ്ഞുതരാണ്. ചൂടുവെള്ളമാണ് പോലെ ചാടണ്ട, മദ്യം എന്താണ് പറയുന്നത്, നമ്മൾ പുകവലി പാടില്ല, മദ്യം, അങ്ങനെ ടൈറ്റിൽ നമ്മൾ എഴുതൂലേ. ഈ സാധനമാണ് സുരേഷ് കുമാർ പറഞ്ഞത്. നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഇന്ന വിഷയങ്ങളുണ്ട് ഇവിടെ. ഈ വിഷയങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴുത്തിലേക്ക് പോകേണ്ടി വരും. അല്ല, അത് സുരേഷ് കുമാർ പറഞ്ഞത് യോജിക്കുന്നുണ്ടല്ലേ? സുരേഷ് കുമാർ നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞ് യോജിക്കുന്നുണ്ട് 100%. ഞാൻ ഏറ്റവും കൂടുതൽ ആ പറഞ്ഞതിൽ എവിടെയും പറയാം, അത് സത്യമായ കാര്യമാണ്. അവർ അവിടെ നിന്ന് അനുഭവിക്കുന്ന ഈ സുരേഷ് കുമാർ ആയാലും അതിൽ അവിടെ ഉള്ള എല്ലാവരും അവർക്കൊക്കെ നല്ല സങ്കടങ്ങളുണ്ട്. മറ്റുള്ളവൻ്റെ പ്രൊഡ്യൂസർക്കോ പ്രൊഡ്യൂസറുടെ സങ്കടം മനസ്സിലാവുള്ളൂ. ഇവിടെ വേറൊരു കാര്യം, ഈ വണ്ടിയിൽ നിന്ന് കയറി വീട്ടിൽ തിരിച്ചെത്തുന്നവരെ ആർട്ടിസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന പ്രൊഡ്യൂസറാണ്. സ്വന്തം മക്കളുടെ കാര്യം പോലും നമ്മൾ നോക്കൂല. അവൻ പോയിട്ടുണ്ടോ തിരിച്ചു വരുന്നുണ്ട, എടാ മഴയില്ല, നീ കുടം പിടിച്ച് അവിടെ നടന്നു വന്നാൽ മതി. അവിടെ മഴയുടെ കുട പിടിച്ച് ഇവരെ കൊണ്ടുവന്ന് തിരിച്ച് അവരെ വീട്ടിലെത്തിച്ചു കൊടുത്തിട്ടാണ് അതിനും അതുവരെ. അപ്പൊ തന്നെ ഒരു കുട പുതിയത് മേടിക്കാണ്. നമ്മളെ സ്വന്തം മക്കൾ അവിടെ മഴ കൊണ്ട് നിന്നിട്ട് നീ ഒരു മഴ മാറിയിട്ട് വന്നാൽ മതി എന്നാ പറയാ. ഇത് സുരേഷ് കുമാർ പറഞ്ഞ സത്യമല്ലേ? അപ്പൊ പ്രൊഡ്യൂസർ എന്നുള്ള എനിക്ക് എൻ്റെ വികാരം എനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാനതിന് 100% ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ പ്രൊഡ്യൂസർക്ക് വളരെ ക്ഷാമം വരും. വലിയ സിനിമകൾക്ക് ആളുണ്ടാവും, ചെറിയ സിനിമകൾക്ക് പ്രൊഡ്യൂസർമാരുണ്ടാവില്ല. ഓരോ നഷ്ടപ്പെട്ട പ്രൊഡ്യൂസറുടെ കഥകൾ അരിയാര് എത്ര എടുത്തിട്ടുണ്ടാവും. അരിയാര് വളരെ ചുരുക്കമാണ്. ലാഭം കിട്ടിയവരോ ആരെങ്കിലും ഉണ്ടോ?
ലാഭം കിട്ടിയവരെ എടുക്കാൻ പോകാറുള്ളൂ സാധാരണ. പോകാറുള്ളൂ. നഷ്ടം വന്നവരാരെങ്കിലും ഇന്റർവ്യൂ എടുക്കാറുണ്ട്? കിട്ടാറില്ല. അവർ പറയാനും തയ്യാറില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് വേറെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. കാശ് പോയി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ഇന്റർവ്യൂ വന്നാല് അവർക്ക് കടം കിട്ടില്ല. അപ്പൊ അവർക്ക് വേറെ ബിസിനസ് ചെയ്യണതിന് അതിന് ദോഷം വരും. കടക്കാരനെന്ന് പറഞ്ഞാൽ ആരും അറിയിക്കൂല. അല്ലാണ്ട് സുരേഷ് കുമാർ പറഞ്ഞ 100%. അല്ല, ഒരു നിർമ്മാതാവിന്റെ ഒരു കാര്യങ്ങൾ ഇപ്പം ശങ്കർജി പറഞ്ഞത് അംഗീകരിക്കുന്നു. ഇതൊക്കെ ഞാനും കണ്ടും കേട്ടും പോകുന്ന ഒരാളാണ്. ഞാൻ ഇവരെല്ലാവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് കണ്ടും കേട്ടും പോകുന്നത്. ചില കാര്യങ്ങൾ എനിക്ക് എതിർപ്പുണ്ടാവും. ഞാൻ ഒരു മാധ്യമപ്രവർത്തനം സിനിമാ മേഖല നോക്കുന്നതിന് ചില കാര്യങ്ങൾ അവർ വരുമ്പോൾ ഞാൻ എതിർക്കാറുമുണ്ട്. പക്ഷെ ആ കഷ്ടപ്പാടുകൾ ഒത്തിരി അവർ കേൾക്കുന്നു പല നിർമ്മാതാക്കളും. അതുകൊണ്ടാണ് അവർ വാതുറന്ന് സംസാരിക്കുന്നത്. നിർമ്മാതാക്കൾക്ക് വേണ്ടി ചിലപ്പോൾ അവർ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യും. പറയുമ്പോൾ നമുക്ക് ഒരു ബഡ്ജറ്റ് തന്നു, നമ്മൾ അതുകൊണ്ട് പ്രസന്റ് ചെയ്ത് അസോസിയേഷനിൽ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ 5 കോടി രൂപ നമ്മൾ കാണൂല. 2.5 കോടി രൂപയുടെ പടത്തിന് നമ്മളതിൽ 1.5 കോടി ഉണ്ടാവുള്ളൂ. അത് 3.5. അപ്പോൾ 1 കോടി രൂപ നമുക്ക് കടം മേടിക്കാം. 1.5 കോടി ഉണ്ട്, 1 കോടി രൂപ നമുക്ക് കടം മേടിക്കാം എന്ന് വിചാരിച്ചായിരിക്കും ആ പ്രൊഡ്യൂസർ കണ്ട് അവൻ്റെ വീടും. അത് 5 കോടിയായി നിന്നാൽ ഉണ്ടാവണവൻ്റെ ഒത്തിരി ബാക്കപ്പ് ഇല്ലാത്തവൻ എന്താ ചെയ്യുക? തീർന്നു. ഒത്തിരി ബാക്കപ്പ് ഇല്ലാത്ത അമേരിക്കയിലുള്ള ആൻറ്റിമാരില്ലാത്തവരും മറ്റുള്ളവർ അവരെ പോലുള്ള ചിലപ്പോൾ ബാക്ക് സപ്പോർട്ട് ഇല്ലാത്ത ഒരു 1.5 കോടി മാത്രമായിട്ട് വരുന്ന ആ സിനിമ എടുത്ത് അതിൽ ലാഭം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് വരുന്നവർക്ക് 5 കോടിയിലെത്തിയാലോ, 5.5 കോടിയിലെത്തിയാലോ, എല്ലാം കൂടെ 2.5 കോടി പറഞ്ഞ സാധനം 5.5 കോടിയിലെത്തിയാൽ ആത്മഹത്യ ചെയ്യാനേ പറ്റുള്ളൂ. അവൻ്റെ കുടുംബം വിറ്റാൽ ഈ പടം തീരില്ല. ഇറക്കിയിട്ട് നഷ്ടവും വരും. ഇവന് അവിടെ പോയി അന്വേഷിക്കും. ഈ 3 കോടി സാധാരണ പൈസയാണോ? ഇത് മനസ്സിലാക്കാൻ ആരും തയ്യാറല്ല. എഗ്രിമെന്റിനൊന്നും ഒരു പ്രശസ്തിയില്ല. എന്തെന്നും പറഞ്ഞിട്ട് ആരെങ്കിലും പോയി ചോദിക്കും നമ്മൾ ഇത്രയും കാശ് മുടക്കും, ഇത് ഇറക്കാം തരുമ്പോൾ. അങ്ങനെ എല്ലാവരും ചിന്തിക്കുകയാണ്. അവിടെ ഒരിക്കലും സങ്കടങ്ങൾ, പല ആൾക്കാരെ സങ്കടങ്ങളും അത് പറയാനാരും എന്താണാവോ അത് സത്യങ്ങൾ. അതിനൊരു OTT കച്ചവടവും സാറ്റലൈറ്റ് കച്ചവടമൊക്കെ നിന്നപ്പോൾ കുറച്ചൊക്കെ ആൾക്കാർ കുറച്ച് കുറഞ്ഞു തോന്നുന്നു. റൈഫാഷനൊക്കെ അല്ലേ? അതെ അതെ, പടങ്ങൾ വളരെ കുറഞ്ഞു. എന്തായാലും കുറേ കാര്യങ്ങളാണ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് ഈ തുറന്ന് ശങ്കർജി പറയുമ്പോഴും അത് കുറേ നിർമ്മാതാക്കൾക്ക് പ്രയോജനമുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇതിലൊരു എടുത്തുചാട്ടോ ഒരു അഹങ്കാരത്തിൻ്റെ സ്വരമൊന്നും അല്ല എന്ന് എനിക്കും കൃത്യമായിട്ട് മനസ്സിലായി. താങ്കൾ പറഞ്ഞത് താങ്കളുടെ അനുഭവങ്ങൾ വെച്ച് പറയുന്നു. ഇനി വരുന്നവരും ഈ അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് സിനിമ, ഇതൊക്കെയാണ് സിനിമ. ഈ സിനിമ നിൽക്കണമെങ്കിൽ ഈ സിനിമയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു സിനിമയായിട്ട് ചെയ്യാൻ വേണ്ടി വരരുത്. അത് ഞാൻ പറയാം. ക്ലബിൽ പോയി ചീട്ട് കളിക്കാം, ക്ലബിൽ പോയി എല്ലാ ദിവസവും ചീട്ട് കളിക്കാം. കല്യാണ വീട്ടിൽ പോയി ചീട്ട് കളിച്ചാൽ അടുത്ത കല്യാണം വരണം, ചീട്ട് കളിക്കാം. അപ്പൊ അതുപോലെ നമ്മൾ ഇത് ഒരു ഗാംബ്ലിംഗ് വേറെ മൂടാണ്. ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഒരു 3-4 സിനിമയെങ്കിലും ഒരു 3 സിനിമ പരീക്ഷിച്ചിട്ട് പോയാൽ കോട്ടയം വയ്ക്കാം. ഒരു സിനിമയുടെ കാശ് ഒപ്പിച്ച് ഇവിടെ സിനിമ എടുക്കാൻ വന്ന അതിൻ്റെ പേരിലാണ് വിജയബാബു നിലയ്ക്കണതും ലിസ്റ്റിൽ നിലയ്ക്കണതും. അതുപോലെ എല്ലാ പ്രൊഡ്യൂസർ ഇപ്പോൾ മറ്റേ ഗോകുലം പ്രൊഡക്ഷൻസ്. അപ്പോൾ അവർ പിന്നെ ഇവർക്കൊക്കെ ലിസ്റ്റിനും വിജയബാബുവിന് നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ. മാർക്കറ്റിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു അസാധ്യം. ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തതിൻ്റെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അയാൾക്കറിയാം, പണി അറിയാം, ജോലി അറിയാം. നമുക്കൊന്നും ജോലി അറിയില്ല. സിനിമ കേട്ടല്ലോ അല്ലേ? ഒരു സിനിമ ചെയ്യാനായിട്ട് വന്നേക്കല്ലേ, ഒരു സിനിമ അടുത്ത സിനിമ ചെയ്യാൻ പോകുന്നു. അപ്പൊ ഒരു 4 സിനിമയുടെ പൈസ ആയിട്ടല്ലോ വന്നേക്കണം. ഏതായാലും ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് ഇനി പാട്ടിലോട്ട് പോകുന്നില്ല എന്ന് വിചാരിക്കാം. നമ്മൾ തുടർന്ന് സിനിമകൾ ചെയ്ത് പോകാൻ തന്നെയാണ് നമുക്ക്. ഏതായാലും അഭിലാഷം നഷ്ടമൊന്നും വരില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. കാരണം 3 ആഴ്ച കൂടി ഇനി ബിസിനസ്സുകളുണ്ട്. പല ബിസിനസ് സിനിമ നല്ലത് എന്നുള്ളത് കേട്ടപ്പോൾ ബിസിനസ്സിനും എളുപ്പമാണ്. ആ സിനിമ ഒരിക്കലും കണ്ടവർ മോശം പറഞ്ഞായിട്ട് എൻ്റെ അറിവില്ല, കണ്ടവർ മോശമായിട്ട് പറയാം. പിന്നെ ചില റിവ്യൂസൊക്കെ പല രീതിക്കും പല സിനിമയും അങ്ങനെ പറയുന്നുണ്ട്, അത് മൈൻഡ് ചെയ്യണം. പക്ഷേ ഒരു 10 റിവ്യൂറർമാർ വന്നിട്ടുണ്ടെങ്കിൽ 9 പേരും നല്ലത് പറഞ്ഞൊരു സിനിമയായിട്ട് ഞാൻ കണ്ടത്. 9 പേരും നല്ലത്. ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചില ആളുകൾക്ക് തോന്നുന്ന ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന, അമ്മൂന് ഇഷ്ടപ്പെടുന്ന, ശങ്കർക്ക് ഇഷ്ടപ്പെടുന്ന. അതിനകത്ത് നമ്മളുടെ റിവ്യൂ പറഞ്ഞ ഇമ്രാന്റെ റിവ്യൂ പറഞ്ഞ ആൾ തന്നെ നമ്മളുടെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് റിവ്യൂ പറഞ്ഞ ആൾക്കാരെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും നിൽക്കല്ല. അശ്വൻ കോക്ക ആ പുള്ളി ഇമ്രാനെ പറ്റി ആദ്യത്തെ ടൈമിൽ മോശം പറഞ്ഞാണ്. പിന്നെ റിവ്യൂ പറയുന്ന ആൾക്കാരോട് എനിക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ സാധനമാണ്. നിങ്ങൾക്ക് സിനിമ കാണാൻ പോകണം, നിങ്ങൾ കാണാം. റിവ്യൂ പറഞ്ഞ് ഇപ്പൊ നമ്മളെ സിനിമ മോശം പറഞ്ഞിട്ടുണ്ട്.
പിന്നെ നമ്മൾ എന്തിനാണ്, അതാണ് ഗോസിപ്പ് എന്ന് പറഞ്ഞ സാധനമാണ്. ഈ ഗോസിപ്പിലാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, പരദൂഷണം. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ജീവിക്കണവർ അങ്ങനെ ജീവിക്കട്ടെ, അവരെ തടസ്സപ്പെടുത്തണ്ട. അവരുടെ ജീവിതമാർഗമല്ലേ, ഒരാളെ തൊഴിൽ കളയണ്ടല്ലോ. റിവ്യൂ പറഞ്ഞിട്ട് ജീവിച്ചിട്ട് അയാൾക്ക് കിട്ടുന്ന അയാളുടെ ഭക്ഷണമാണ്, അരിയാണ്. അയാൾ അതുകൊണ്ട് ലോൺ എടുത്തിട്ടുണ്ടാവും ചിലപ്പോ വീട് വെച്ചെങ്കിലും ലോൺ ആയിരിക്കുള്ളൂ. അടുത്ത റിവ്യൂ മോശം അയാൾക്ക് ജീവിക്കാൻ മാർഗം ഉണ്ടാവില്ല. അയാൾ എന്തിനാ, അയാൾ പറയട്ടെ. അയാൾ പറയുമ്പോ അയാളുടെ ആൾക്കാരും കൂടെ നമ്മളെ അഭിലാഷം അറിയുമല്ലേ. ആ റിവ്യൂ പറയാനുള്ള എത്ര 40,000 അന്നൊന്ന് പോയി കണ്ടേക്കാം, അല്ലെങ്കിൽ ആ പടം അറിയപ്പെട്ട്. ഇപ്പൊ ഇമ്രാൻ എന്ന് പറഞ്ഞ പടത്തിന് എന്തെല്ലാം സാധനം പറഞ്ഞിട്ട് ആ പടം എത്ര കോടി കളക്ട് ചെയ്തെന്ന് പറഞ്ഞില്ല. ഇവിടെ അതൊന്നും ഒരു വിഷയമല്ല. പടം കാണുന്നവർ പടം കാണും. ഇത്തിരി ബുദ്ധിയും കൂടെ ഉപയോഗിക്കേണ്ടി വരും, ബുദ്ധിയും കൂടെ വേണം. അതിനൊക്കെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ അയാളൊക്കെ നമിക്കണം. അയാളൊക്കെ മാർക്കറ്റിംഗ് നമ്പർ 1 ആവും. എന്തുകൊണ്ടാണെന്ന് അറിയാം, അയാൾക്ക് അങ്ങനെ സെല്ലിംഗ് പോയിന്റ് വരെ അറിയാം. ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കണ കഞ്ചിക്കോടാണ് സിന്തോൾ സോപ്പ് ഉണ്ടാക്കണത്. സിന്തോളിന്റെ കവർ വരുമ്പോഴാണ് ഇത് ബ്രാൻഡ് വരുന്നുള്ളൂ. ഫാക്ടറി കഞ്ചിക്കോടാണ്, കണ്ടാതെ മറയ്ക്കും. ഫാക്ടറി പോയി കണ്ട ഒരു ക്വാളിറ്റിയില്ല സ്ഥലത്തിന് ഈ സാധനം ഉണ്ടാക്കും. എന്നിട്ട് ഉറയ്ക്കും, സോപ്പിട്ട് കുളിച്ചാൽ എല്ലാവരും എന്താ അപ്പൊ കവറൊക്കെ ഇട്ട് കാണുമ്പോഴാണ് അതിന്റെ സുഖം കിട്ടണുള്ളൂ. അത് ഉണ്ടാക്കാൻ ഇമ്രാൻ്റെ ഡയറക്ഷൻ മാത്രമല്ല, കച്ചവടം അറിയാം. അത് ഒരു കച്ചവടം അറിയണതും കൂടെ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ ആവശ്യമാണ്. ഇതെവിടെയാണ് വിൽക്കേണ്ടതെന്നും കൂടെ അറിഞ്ഞാൽ മാത്രമോ സിനിമ പിടിക്കാൻ വരാൻ പാടില്ല. ഇതെങ്ങനെ വിൽക്കണമെന്നും കൂടെ പഠിക്കണം. വെറുതെ കുറേ കാശ് കൊണ്ട് സിനിമ പിടിക്കാൻ പറ്റില്ല. ഇത് വിൽക്കാൻ അറിയണം, ഇതെന്തൊക്കെ മാർക്കറ്റ് ചെയ്യാൻ അറിയണം, ഇതെന്തെല്ലാം പണി അറിയണം, ഇത് പഠിക്കണം. ഇതൊക്കെ പഠിച്ചില്ലെങ്കിൽ 3-4 ജോലിക്കാരെ വെക്കണം. അങ്ങനെയുള്ള ഒരു സിനിമയ്ക്ക് വന്നാൽ മതി എന്നാണ് ചുരുക്കം. എന്തായാലും നമുക്ക് അതിൻ്റെ പിന്നിലെ സമയമായി. സിനിമ നന്നായിട്ട് പോകുന്നുണ്ട്. 3 ആഴ്ചയിലേക്ക് സിനിമ എത്തി. ഇപ്പോൾ എത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ സിനിമ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും സിനിമ ഓടുന്നുണ്ട്. ഇപ്പോഴും കുറച്ച് തിയേറ്ററിൽ സിനിമ നിലനിന്ന് പോകുന്നുണ്ട്. ഇനി ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടോ? പാട്ടൊക്കെ ആദ്യം തന്നെ വിറ്റ് പൈസയൊക്കെ ആക്കി. നല്ല ഹിറ്റ് പാട്ടുകളായിരുന്നു. പാട്ടുകൾ, ആ പാട്ടാണ് സിനിമയ്ക്ക് ഒരു സിനിമയാക്കി മാറ്റി നിലനിർത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു പാട്ട് ഇപ്പോഴും ആരുടെ ചുണ്ടത്ത് നോക്കിയാലും ആ പാട്ട്, ക്യാമ്പസുകളിലെ പാട്ട്, കല്യാണ വീടുകളിലെ ആ പാട്ട്, ആ രീതി. കല്യാണ സീസണാണ് ഇപ്പോൾ, കല്യാണത്തിന് സമയമായി. മുസ്ലിം വീട്ടിലെ കല്യാണത്തിന് സമയമായി. റംസാനൊക്കെ കഴിഞ്ഞിട്ട് ഈ പാട്ടാണ് കല്യാണ വീടുകളിലൊക്കെ വെക്കുന്നത്. അപ്പൊ ആ പാട്ട് വലിയൊരു നെടും തൂണായിരുന്നു ആ സിനിമയുടെ, കാതലായ ഒരു സാധനമായിരുന്നു. അതുപോലെ അതിനകത്ത് അഭിനയിച്ച എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് സിനിമ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നു. അതിനകത്ത് അഭിനയിച്ച എല്ലാവരും, അത് ചെയ്ത ഡയറക്ടർ ആണെങ്കിലും ഡയറക്ടറിന്റെ ഒരു കഴിവ് എടുത്ത് അല്ല ഞാൻ പറഞ്ഞു, ഡയറക്ടറിന്റെ അതിന്റെ വിഷ്വൽസ്, ക്യാമറ, അങ്ങനെ എല്ലാ മേഖല, ആർട്ടാണ്, എല്ലാ മേഖലയിലും ഒരുമിച്ച് നിന്ന്. പല അഭിപ്രായ വ്യത്യാസങ്ങൾ പല സിനിമയ്ക്ക് ഉണ്ടാകുന്നത്, ഇവിടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒന്നിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയോണ്ടാണ് 3-ാമത്തെ ആഴ്ചയിലേക്ക് സിനിമ നിൽക്കുന്നത്. എല്ലാവരും കൈകോർത്തുകൊണ്ട് അല്ലെ, ആ കൈകോർത്ത് ഇനിയും മുന്നോട്ട് പോവാം. ജനിത്തിന്റെ കാര്യം പറഞ്ഞില്ല, സ്ക്രിപ്റ്റ് റൈറ്റർ കഥയാണല്ലോ ആവുള്ളൂ. അപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലാതെ ഓർത്ത് വരുന്നതാണ്. അങ്ങനെ എല്ലാ മേഖലയിലും എല്ലാവരും അതിന്റെ കൂടെ വർക്ക് ചെയ്തല്ല എല്ലാവരും. ഒരു ചായ ഒരാൾ കൊണ്ടു തന്നിട്ടുണ്ടെങ്കിൽ അവരുടെയും പ്രാർത്ഥനയുണ്ട് ഈ സിനിമയ്ക്ക്. അതുണ്ട്, എല്ലാവരും നല്ല ആൾക്കാരാണ്. ആ പ്രാർത്ഥനയാണ് ഈ സിനിമ ഇവിടം വരെ എത്തിച്ച്. ഇനിയും നല്ല നല്ല സിനിമകൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുക. ഇനിയും നമുക്ക് കാണാം. അടുത്ത സിനിമ കഴിയുമ്പോൾ ഇതിലും സന്തോഷവതിയായിട്ടിരിക്കാനുള്ള ഭാഗ്യം ജഗദീശൻ തട്ടെ. ഒത്തിരി സന്തോഷം. താങ്ക് യു.